വിദേശ നാണ്യം അല്ലെങ്കിൽ ഡോളർ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തിന്റെ ജീവനാഡിയാണ്. ലോകമെമ്പാടുമുള്ള വ്യാപാരങ്ങളുടെയും സാമ്പത്തിക കൈമാറ്റങ്ങളുടെയും സാർവദേശീയ ഭാഷയാണത്. എന്നാൽ ഈ സാർവദേശീയ കറൻസിയുടെ ലഭ്യത കുറയുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ അതിർത്തിക്കപ്പുറമുള്ള സാധാരണക്കാരെ പോലും ബാധിക്കും. മാലദ്വീപിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾക്ക് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്ന പ്രതിസന്ധി ഇത്തരമൊരു സാമ്പത്തിക ഞെരുക്കത്തിന്റെ നേരിട്ടുള്ള ഫലമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാലയിലുള്ള ശാഖ ഇന്ത്യൻ പൗരന്മാർക്കുള്ള പ്രതിമാസ പണമിടപാട് പരിധി $150 കുറച്ചുകൊണ്ട് അടുത്തിടെ പുറത്തിറക്കിയ പ്രഖ്യാപനം അവിടുത്തെ പ്രവാസി സമൂഹത്തിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെറും $150 എന്നത് ഒരു മാസത്തെ ആവശ്യങ്ങൾക്കോ ഇന്ത്യയിലുള്ള കുടുംബത്തിന്റെ ചെലവുകൾക്കോ പര്യാപ്തമല്ല. ഒക്ടോബർ 25 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ തീരുമാനം കേവലം ഒരു ബാങ്കിംഗ് നടപടി എന്നതിലുപരി മാലദ്വീപിന്റെ ആഴത്തിലുള്ള സാമ്പത്തിക വെല്ലുവിളികളുടെ പ്രതിഫലനം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഒരു ബാങ്കിന് ഇത്ര കടുത്ത തീരുമാനം എടുക്കേണ്ടി വരുന്നത്? SBI തന്നെ ഇതിനുള്ള കാരണം വ്യക്തമാക്കുന്നുണ്ട്. ബാങ്കിലേക്കുള്ള വിദേശ നാണ്യത്തിന്റെ വരവ് വളരെ കുറവായതിനാൽ ഇന്ത്യൻ പ്രവാസികൾക്ക് നിലവിൽ നൽകിയിരുന്ന ശമ്പള കൈമാറ്റ പരിധി നിലനിർത്താൻ സാധിക്കുന്നില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, പ്രശ്നം ബാങ്കിന്റെ ഭാഗത്തുനിന്നല്ല, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിലുണ്ടായിരിക്കുന്ന ഡോളറിന്റെ ഒഴുക്കിലുണ്ടായ കുറവാണ്. മാലദ്വീപിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പ്രശ്നമായി 2 കാരണങ്ങളാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി, രാജ്യം നേരിടുന്ന അതിഭീമമായ വിദേശ കടബാധ്യതകൾ. ഈ കടങ്ങൾ തിരിച്ചടയ്ക്കുന്നതിന് വലിയ അളവിൽ ഡോളർ ആവശ്യമുണ്ട്. രണ്ടാമതായി, ഈ പ്രതിസന്ധി മറികടക്കാൻ രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്കായ മാലദ്വീപ് മോണിറ്ററി അതോറിറ്റി സ്വീകരിച്ച കർശനമായ നടപടികളാണ്. ഡോളർ ക്ഷാമം രൂക്ഷമായതോടെ വിദേശ നാണ്യത്തിന്റെ മേൽ കേന്ദ്രീകൃതമായ നിയന്ത്രണം ഏർപ്പെടുത്താൻ MMA നിർബന്ധിതരായി. രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ ലഭിക്കുന്ന ഡോളറിന്റെ 90% MMAയ്ക്ക് കൈമാറണമെന്ന നിയമം വന്നു. ഈ ഡോളർ പിന്നീട് MMA ബാങ്കുകൾക്ക് ഒരു നിശ്ചിത ഭാഗം തിരികെ നൽകുകയാണ് ചെയ്യുന്നത്. ഈ കേന്ദ്രീകൃത നിയന്ത്രണത്തിലൂടെ ഡോളർ വിപണിയിൽ ഇടപെടാൻ MMA ശ്രമിക്കുമ്പോൾ സാധാരണ ബാങ്കിംഗ് ഇടപാടുകൾക്ക്, പ്രത്യേകിച്ച് പ്രവാസി പണമിടപാടുകൾക്ക് ലഭ്യമാകുന്ന ഡോളറിന്റെ അളവിൽ വലിയ കുറവുണ്ടാകുന്നു. ഇതാണ് SBI പോലുള്ള ബാങ്കുകളെ പ്രതിസന്ധിയിലാക്കുന്നത്. മാലദ്വീപിലെ ടൂറിസം, നിർമ്മാണ മേഖലകളിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ ഭൂരിഭാഗം പേരും തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു വലിയ പങ്കും ഇന്ത്യയിലേക്ക് അയക്കുന്നവരാണ്. ശരാശരി ഒരു പ്രവാസി തൊഴിലാളിക്ക് കുറഞ്ഞത് $500 മുതൽ $1000 വരെ ഒരു മാസം നാട്ടിലേക്ക് അയക്കേണ്ടി വന്നേക്കാം. വീട്ടുവാടക, കുട്ടികളുടെ വിദ്യാഭ്യാസം, മാതാപിതാക്കളുടെ ചികിത്സാ ചെലവുകൾ തുടങ്ങി പല ആവശ്യങ്ങൾക്കും ഈ പണമാണ് ആശ്രയം. എന്നാൽ പുതിയ പരിധിയായ $150 പ്രതിമാസം എന്നത് അവരുടെ സാമ്പത്തിക ആസൂത്രണത്തെ പൂർണ്ണമായും തകിടം മറിക്കും. ഉദാഹരണത്തിന്, ഒരാൾക്ക് $800 നാട്ടിലേക്ക് അയക്കണമെങ്കിൽ പുതിയ നിയമപ്രകാരം അയാൾക്ക് 6 മാസം കാത്തിരിക്കേണ്ടി വരും. ഇത് പ്രവാസികളുടെ ജീവിതത്തിൽ വലിയ അനിശ്ചിതത്വവും മാനസിക സമ്മർദ്ദവും സൃഷ്ടിക്കും. സ്വന്തം സമ്പാദ്യത്തിലേക്ക് എത്തിപ്പെടാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണിത്. പ്രതിമാസ പണമിടപാട് പരിധി കുറച്ചതിന് പുറമെ മാലദ്വീപിലെ റുഫിയ കാർഡുകൾ ഉപയോഗിച്ചുള്ള ATM വഴിയുള്ള പണം പിൻവലിക്കലും ഇകോം പോസ് ഉപയോഗങ്ങളും രാജ്യത്തിന് പുറത്ത് താൽക്കാലികമായി നിർത്തലാക്കിയിരിക്കുകയാണ്. നാട്ടിൽ അവധിക്കോ മറ്റോ പോകുമ്പോൾ റുഫിയ കാർഡ് ഉപയോഗിച്ച് പണം എടുക്കുന്നതിനോ ഓൺലൈൻ ഇടപാടുകൾ നടത്തുന്നതിനോ ഇത് തടസ്സമാകും. ഇത് പ്രവാസികൾക്ക് ഇരുട്ടടിയാണ്. വിദേശ നാണ്യത്തിന്റെ ക്ഷാമം വിപണിയിൽ സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകൾ ചെറുതല്ല. ഔദ്യോഗികമായി ഡോളറിന് ഒരു നിശ്ചിത വിനിമയ നിരക്ക് നിലവിലുണ്ടെങ്കിലും ഡോളറിനായുള്ള ആവശ്യം കൂടുകയും ലഭ്യത കുറയുകയും ചെയ്യുമ്പോൾ വിപണിയിലെ ഡിമാൻഡ് സപ്ലൈ ഗതി മാറും. ഇതാണ് കരിഞ്ചന്ത സജീവമാകാൻ കാരണം. നിലവിൽ മാലദ്വീപിൽ ഡോളറിന് കരിഞ്ചന്തയിലെ വിനിമയ നിരക്ക് 20 മാലദ്വീപ് റൂഫിയയ്ക്ക് മുകളിലാണ്. ഔദ്യോഗിക നിരക്കിനേക്കാൾ വളരെ കൂടുതലാണിത്. ഡോളർ അത്യാവശ്യമുള്ളവർക്ക് ഈ ഉയർന്ന നിരക്കിൽ കരിഞ്ചന്തയെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇത് രാജ്യത്തെ പണപ്പെരുപ്പത്തിനും സാമ്പത്തിക അസമത്വത്തിനും ആക്കം കൂട്ടും. പ്രവാസികൾക്ക് അവരുടെ ശമ്പളം മാതൃരാജ്യത്തേക്ക് അയക്കാൻ ഔദ്യോഗിക മാർഗങ്ങളിൽ തടസ്സമുണ്ടാകുമ്പോൾ അവർ അനൌദ്യോഗിക വഴികളെ ആശ്രയിക്കുവാൻ നിർബന്ധിതരാകും. ഇത് കൂടുതൽ നിയമപരമായ പ്രശ്നങ്ങൾക്കും ഇടയാക്കിയേക്കാം. SBIയുടെ ഈ നടപടി ഒരു താൽക്കാലിക പ്രതിവിധി മാത്രമായിരിക്കാം. വിദേശ നാണ്യത്തിന്റെ ലഭ്യത മെച്ചപ്പെടുന്ന മുറയ്ക്ക് സാധാരണ നിലയിലേക്ക് മടങ്ങാമെന്ന് ബാങ്ക് ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും ഈ സംഭവം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഒരു രാജ്യത്തെ സാമ്പത്തിക സംവിധാനം, പ്രത്യേകിച്ച് ബാങ്കിംഗ് സംവിധാനം, വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. പണം സുരക്ഷിതമായി നാട്ടിലേക്ക് അയക്കാൻ സാധിക്കാതെ വരുമ്പോൾ മാലദ്വീപിലെ ഇന്ത്യൻ പ്രവാസികളുടെ മനോവീര്യം തകരും. ഇത് ദീർഘാടിസ്ഥാനത്തിൽ തൊഴിൽ കുടിയേറ്റത്തെ ബാധിച്ചേക്കാം. സാമ്പത്തിക സ്ഥിരതയില്ലാത്ത ഒരു രാജ്യത്തേക്ക് ജോലിക്ക് പോകാൻ ആളുകൾ മടിക്കും.
കൂടാതെ ഇത് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. മാലദ്വീപിന്റെ ഏറ്റവും വലിയ വിദേശ നാണ്യ സ്രോതസ് ടൂറിസമാണ്. ടൂറിസം മേഖലയുടെ തിരിച്ചുവരവും അതുപോലെ മറ്റ് വിദേശ നിക്ഷേപങ്ങളും വർദ്ധിക്കുമ്പോൾ മാത്രമേ ഡോളറിന്റെ ഒഴുക്ക് സാധാരണ നിലയിലാകൂ. അതുവരെ പ്രവാസികൾക്ക് ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. മാലദ്വീപിലെ സാമ്പത്തിക പ്രതിസന്ധിയും SBIയുടെ പണമിടപാട് പരിധി കുറച്ച നടപടിയും ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ഇത് കേവലം ഡോളറിന്റെ കുറവ് മാത്രമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ സാമ്പത്തികപരമായ അതിജീവനത്തിനായുള്ള പോരാട്ടം കൂടിയാണ്. പ്രവാസികളുടെ ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വത പരിഹാരം കാണണമെങ്കിൽ മാലദ്വീപ് സർക്കാർ അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടലുകൾ നടത്തുകയും കടബാധ്യതകൾ ലഘൂകരിക്കുകയും വിദേശ നാണ്യം ആകർഷിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. അതുപോലെ MMA-യുടെ നിയന്ത്രണങ്ങൾ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പുനഃക്രമീകരിക്കേണ്ടതും അത്യാവശ്യമാണ്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. വിദേശ നാണ്യത്തിന്റെ ലഭ്യത മെച്ചപ്പെടുന്ന ഉടൻ സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന SBIയുടെ വാക്കുകളാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാസികൾക്ക് മുന്നിലുള്ള ഏക ആശ്വാസം. ഈ വെല്ലുവിളികളെ മനസ്സിലാക്കി സഹകരിക്കുന്ന പ്രവാസികളുടെ ക്ഷമയാണ് ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ താങ്ങ്. എത്രയും പെട്ടെന്ന് പഴയ നിലയിലേക്ക് മാലദ്വീപ് സാമ്പത്തികമായി എത്തുമെന്നും പ്രവാസികൾക്ക് ആശ്വാസമാവുമെന്നും പ്രത്യാശിക്കാം.